നോക്കാം. ഇല്ലസ്ട്രേഷൻ 1. ജയ് എന്ന് പറയുന്ന ഒരു കമ്പനി ജൂൺ 1-ാം തീയതി അല്ലെ, ജയ് പ്രോഡക്ട്സ് ജൂൺ 1 2004 200 ജയ് കെറ്റിൽസ് കണ്ട 80 റുപ്പീസിന് നാദ് ട്രേഡിന് വിൽക്കാൻ കൊടുക്കുന്നു. കണ്ട, നാദ് ട്രേഡ് ഓഫ് കൊച്ചിൻ ഫോർ സെയിൽ. കണ്ട, വിൽക്കാൻ വേണ്ടി. എങ്ങനെ? ഓൺ കമ്മീഷൻ. കമ്മീഷനായിട്ട് കണ്ട 10% ഓൺ ഗ്രോസ് സെയിൽ. മൊത്തം വിറ്റത് എത്ര രൂപയാണോ അതിന്റെ 10% കമ്മീഷൻ തരാം എന്നും പറഞ്ഞ് ജയ് പ്രോഡക്റ്റിന്റെ ജയ് കെറ്റിൽസ് നാദ് ട്രേഡിന്റെ കയ്യിലോട്ട് വിൽക്കുവാൻ കൊടുക്കുന്നു. ഇതിനകത്ത് ജയ് പ്രോഡക്റ്റ് ആണ് കൺസൈനർ, നാദാണ് കൺസൈനി. എത്രയാണ്? 200 കെറ്റില് ഒരെണ്ണത്തിന് 80 രൂപ വില കിട്ടുന്നുണ്ട്. കമ്മീഷനോ 10% കമ്മീഷൻ. കമ്മീഷൻ കൊടുക്കുന്ന എപ്പോഴും എന്താണ്? വിറ്റതിന്റെ കമ്മീഷൻ. ജയ് പെയ്ഡ് 1000 ഫോർ പാക്കിംഗ്, ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ്. കണ്ട, ജയ്യുടെ നിന്ന് അപ്പൊ തന്നെ ജയ് കൊണ്ടുപോയിട്ട് നാദിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ജയുടെ കയ്യിൽ നിന്നും അതിന് എത്ര രൂപ ചെലവായി? 1000 രൂപ പാക്കിങ്, ഫ്രൈറ്റ്, ഇൻഷുറൻസ്, ഇവയെല്ലാം കൂടി കൂട്ടി ഒരു 1000 രൂപ ജയുടെ കയ്യിൽ നിന്ന് ആദ്യമേ തന്നെ, അതായത് കൺസൈനറിന്റെ കയ്യിൽ നിന്നും ആദ്യമേ തന്നെ എക്സ്പെൻസ് ആയിട്ടുണ്ട്. നാദ് എന്ത് ചെയ്തു? നാദ് കൺസൈൻ ഡെലിവറി 3 ജൂണിന് നാദിന്റെ കയ്യിൽ കിട്ടിയിരുന്നു. 1 ജൂണിലാണ് കൊടുത്തത്. നാദിന്റെ കയ്യിലേക്ക് എത്തിയത് എത്രയാണ്? 3 ജൂണിൽ. അപ്പൊ തന്നെ അയാൾ ഒരു ബില്ല് എഴുതിയിരുന്നു, 10,000 രൂപയുടെ ബില്ല്. അതായത് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എഴുതിയെന്നാണ് അതിന്റെ അർത്ഥം. ആക്സെപ്റ്റിംഗ് ബില്ല് 20 ഡേയ്സിന്റെ 10,000 രൂപയ്ക്ക്. പിന്നെ എന്ത് ചെയ്തു അയാൾ? അപ്പൊ തന്നെ 300 രൂപ ഇയാളുടെ കയ്യിൽ നിന്ന് ക്യാരേജ്, കൺസൈനയുടെ കയ്യിൽ നിന്ന് 300 രൂപ ക്യാരേജും പോയി. 120 കെറ്റില് 110 രൂപക്ക് ജയ് വിറ്റു. ബാക്കിയുള്ളത് 120 രൂപയ്ക്കും വിറ്റു. കണ്ടാ? സോറി, ജയ് അല്ലല്ല, നാദല്ലേ വിറ്റത്. നാദ് 120 കെറ്റില് 110 രൂപയ്ക്കും ബാക്കിയുള്ളത് 120 രൂപയ്ക്കും വിറ്റു. നമുക്ക് അതൊക്കെ കണക്കൊക്കെ പിന്നെ നോക്കാം. ഇനി വിൽക്കാൻ വേണ്ടി നാദിന്റെ കയ്യിൽ നിന്നൊരു 400 രൂപ വേറെ ചെലവാകുകയും ചെയ്തു. 30th ജൂണില് 30th ജൂണില് നാദ് ഒരു അക്കൗണ്ട് സെയില് അയച്ചു കൊടുത്തു. ബാക്കിയുള്ള പൈസക്ക് ഡ്രാഫ്റ്റും കൊടുക്കുന്ന രീതിയിൽ അത് താഴെ കൊടുത്തിരിക്കുന്നു. അല്ല, താഴെ കൊടുത്തിരിക്കുന്നല്ല, അത് നമ്മളോട് ചെയ്യാനാ പറഞ്ഞേട്ടാ. നാദിന്റെ എന്ത് ചെയ്യാനാ പറയുന്നത്? അക്കൗണ്ട് സെയില് നമ്മളോട് ചെയ്യാൻ പറയുന്നു. ഒപ്പം ജേർണൽ ലെഡ്ജറും ഒക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അക്കൗണ്ട് സെയിൽ ചെയ്യുമ്പോൾ നോക്കിക്കോട്ടെ, അക്കൗണ്ട് സെയിൽ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ആദ്യം എന്താ എങ്ങനെ നോക്കിയേ? അക്കൗണ്ട് സെയിൽ ഓഫ് 200 ജയ് കെറ്റിൽ റിസീവ്ഡ് ആൻഡ് സോൾഡ് ഓൺ ബിഹാഫ് ഓഫ് മെസ്സേഴ്സ് ജയ്. കണ്ട, അങ്ങനെ ഹെഡിങ് എഴുതാം. എന്നിട്ട് എത്രയൊക്കെയാണ് അയാൾ വിറ്റത്? 120 കെറ്റില് 110 രൂപക്കല്ലേ? നമുക്ക് ആകെ കിട്ടിയത് 200 രൂപ. 120 എണ്ണമാണ് 110 രൂപക്ക് വിറ്റത്. അപ്പൊ ഇനി ബാക്കി എത്ര ഉണ്ടാവും? 80 എണ്ണം. ആ 80 എണ്ണമാണ് 120 രൂപക്കും വിറ്റത്. അപ്പൊ എങ്ങനെ എത്ര കിട്ടി? 13,200-ഉം 9,600-ഉം കൂടി ആകെ വിറ്റ് കിട്ടിയത് 22,800. ഇനി ചെലവുകള്. ഇത് കൺസൈനി ചെയ്യുന്നതുകൊണ്ട് കൺസൈനറിന്റെ ചെലവൊന്നും എഴുതണ്ട കേട്ടാ. കൺസൈനിയുടെ കയ്യിൽ നിന്ന് ഒരു 300 രൂപ ക്യാരേജും 400 രൂപ സെല്ലിംഗ് എക്സ്പെൻസും പിന്നെ വിറ്റതിന്റെ കമ്മീഷൻ. വിറ്റതെന്ന് പറഞ്ഞാൽ 22,800 രൂപയുടെ സാധനമല്ലേ വിറ്റത്, അതിന്റെ 10% കമ്മീഷൻ. എത്ര വരും? 22,800. അങ്ങനെ മൊത്തം ചെലവ് എത്രയാണ്? 29,800. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 19,820 രൂപയുടെ
ആണ് കൊടുക്കാനുള്ളത്. അതിന് 10,000 രൂപ നമ്മൾ നേരത്തെ ബില്ല് കൊടുത്തിട്ടുണ്ട്, അഡ്വാൻസ് ബില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും കഴിച്ച് ബാക്കി എത്രയാണ്? 9,820 രൂപയാണ് ഫൈനൽ സെറ്റിൽമെന്റ് ആയിട്ട് എന്ത് കൊടുത്തത്? ഡ്രാഫ്റ്റ് കൊടുത്തത്. ഇതോടുകൂടി അക്കൗണ്ട് സെയിൽ തീർന്നു. ഇനി ഈ അക്കൗണ്ട് സെയിൽ നോക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജേർണലും ലെഡ്ജറും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളെ ഞാൻ ആദ്യം തന്നെ ജേർണൽ അല്ല ലെഡ്ജറിലൂടെയാണ് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. ലെഡ്ജറാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് എളുപ്പം. ജേർണൽ ആണെങ്കിൽ കുറെ എൻട്രി നിങ്ങൾ കാണാൻ പഠിക്കുന്നത്. നോക്കിക്കോട്ടെ, ഇത് കൺസൈനറിന്റെ ബുക്കാണ് കേട്ടാ. കൺസൈനർ എന്ന് പറഞ്ഞാൽ ആരാ? ജെയുടെ ബുക്കാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. അപ്പോ ആദ്യം തന്നെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെഡ്ജറിന്റെ പേരാണ് കൺസൈൻമെന്റ്. ആർക്കാണിത് കൺസൈൻമെന്റ് കൊടുത്തത്? കൊച്ചിക്കല്ലേ കൊടുത്തത്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത് കൺസൈൻമെന്റ് ടു കൊച്ചി അക്കൗണ്ട് എന്ന് എഴുതി. അപ്പൊ ആദ്യത്തത് എത്ര രൂപയുടെ കൺസൈൻമെന്റ് ആണ് കൊടുത്തതെന്ന്? എത്ര എണ്ണം പിള്ളേരെ? 200 എണ്ണം 80 രൂപയ്ക്കല്ലേ കൊടുത്തത്? 200 × 80 16,000. അതാണ് ഡെബിറ്റ് സൈഡിൽ ആദ്യം എഴുതേണ്ടത്. എന്താണ്? ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ്. എഴുതുന്നത് എന്താണ്? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞായിരിക്കും ജൂൺ 1-ാം തീയതി. അപ്പൊ ഇതിന്റെ എൻട്രി എന്താണ്? കൺസൈൻമെന്റ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് 16,000. അപ്പൊ ആദ്യത്തെ എൻട്രി എഴുതി. അടുത്തത് എന്താണ്? അയാളുടെ കയ്യിൽ നിന്ന് അപ്പൊ തന്നെ 10,000 രൂപ ചെലവായില്ലേ? ആ ചെലവായ തുക കോസ്റ്റ് കൂട്ടുന്നതാണ്. കോസ്റ്റ് കൂട്ടുന്നതൊക്കെ ഡെബിറ്റ്, കോസ്റ്റ് കുറക്കുന്നതൊക്കെ ക്രെഡിറ്റ്. അങ്ങനെയാണ് നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ കോസ്റ്റ് കൂട്ടുന്നതാണ്. 1000 രൂപ കൂടി വീണ്ടും ചെലവായി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൂടുകയാണ്. അപ്പൊ എത്ര? അത് ബാങ്ക് ആയിട്ടല്ലേ, ഇയാളുടെ കയ്യിൽ നിന്ന് തന്നെയല്ലേ പോയത്? കൺസൈനറിന്റെ കയ്യിൽ നിന്ന് കാശായിട്ടല്ലേ പോയത്. അതുകൊണ്ടാണ് അയാൾ ബാങ്ക് എന്ന് എഴുതിയേക്കുന്നത്. 1000 രൂപ. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ അത് എന്താണ് കൊടുത്തതെന്ന് എഴുതാം. എന്തൊക്കെ എഴുതിയത്? പാക്കിംഗ്, ഫ്ലൈറ്റ്, ഇൻഷുറൻസ്, എക്സെട്ര. അടുത്തത് ഇനി കൺസൈനിയുടെ കയ്യിൽ നിന്നും വരുന്ന ചെലവുകളൊക്കെ നമ്മൾ അയാളുടെ പേരാണ് എഴുതുള്ളൂ. കൺസൈനിയുടെ പേരാണ് എഴുതുന്നത്. കണ്ടാ? അടുത്തത് നാദ്. എന്തൊക്കെ ചെലവായി? ക്യാരേജ്, സെല്ലിംഗ് എക്സ്പെൻസ് 300 രൂപ, 400 രൂപ, അങ്ങനെ മൊത്തം എത്രയാണ്? 700 രൂപ. ഇവിടെ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ശരിക്കും ഇവിടെ നാദെന്നും പറഞ്ഞ് എഴുതിയിട്ട് 700 രൂപ കൂടെ എഴുതിയ കാര്യം കഴിഞ്ഞു. വീണ്ടും അടുത്തത് കമ്മീഷൻ. നാദ് എന്ന് പറഞ്ഞ് തന്നെ എഴുതിയിട്ട് കമ്മീഷൻ എഴുതുക. എത്രയാണ്? 2,280 രൂപ. ബ്രാക്കറ്റിൽ കമ്മീഷൻ, അതാ മനസ്സിലാക്കാൻ വേണ്ടി കമ്മീഷൻ എഴുതിയേക്കുന്നുള്ളൂ. ഇനി വിറ്റ് കിട്ടിയത് ഇപ്പുറത്ത് നാദെന്ന് തന്നെ പറഞ്ഞു എഴുതും. എത്ര രൂപ വിറ്റ് കിട്ടിയത് അറിയാലോ? 22,800 രൂപ അല്ലേ? 22,800 രൂപ വിറ്റത് ക്രെഡിറ്റ് സെയിൽ. എന്റെ പിള്ളേരെ, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് ആണ് ഇത്. പർച്ചേസ്, ഇത് സെയില്, ഇത് മുഴുവൻ എക്സ്പെൻസുകൾ. ഇത്ര എക്സ്പെൻസുകൾ, ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ ട്രേഡിംഗ് അക്കൗണ്ട് മനസ്സിൽ സങ്കല്പിച്ചാൽ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ എത്ര രൂപയുടെ സാധനം അയച്ചു കൊടുത്തോ അത് ഡെബിറ്റ് സൈഡിലേക്ക് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞു എഴുതുക. പിന്നെ കൺസൈനറിന്റെ ചെലവാണെങ്കിൽ ബാങ്ക് എന്നും പറഞ്ഞു എഴുതുക. കൺസൈനി നടത്തുന്ന ചെലവുകളൊക്കെ കൺസൈനി എന്ന് പറഞ്ഞു എഴുതുള്ളൂ. ബ്രാക്കറ്റിൽ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇരിക്കുമോ? ആദ്യം ക്യാരേജ് കൊടുത്തു, അപ്പൊ കൺസൈനി എന്ന് പറഞ്ഞ ആ ചെലവ് എഴുതണം. ബ്രാക്കറ്റിൽ ക്യാരേജ് എന്ന് എഴുതിക്കോ മനസ്സിലാക്കാൻ വേണ്ടി. വീണ്ടും സെല്ലിംഗ് എക്സ്പെൻസ് വന്നു, അപ്പോഴും കൺസൈനി എന്ന് പറഞ്ഞ് എഴുതുക. ബ്രാക്കറ്റിൽ സെല്ലിംഗ് എക്സ്പെൻസ് മനസ്സിലാക്കാൻ എഴുതിക്കോ. കമ്മീഷൻ കൊടുത്തു, അപ്പോഴും എന്തെന്ന് എഴുതുക? കൺസൈനി, കമ്മീഷൻ എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ എഴുതുക. ഇനി സെയിൽ കിടത്തുമ്പോ നമ്മൾ സെയിൽ എന്നല്ലേ എപ്പോഴും എഴുതണം. ഇവിടെ അങ്ങനെയല്ല, കൺസൈനി തന്നെ എഴുതുള്ളൂ. അപ്പൊ കൺസൈനിയുടെ കയ്യിൽ വരവ് വന്നാലും ചെലവ് വന്നാലും നമ്മൾ കൺസൈനി എന്ന് തന്നെ എഴുതിക്കൊണ്ടേയിരിക്കും. അവിടെ അതാത് എക്സ്പെൻസിന്റെയോ ഇൻകത്തിന്റെയോ പേര് എഴുതില്ല, പകരം കൺസൈനി എന്ന് തന്നെയാണ് എഴുതുന്നത്. അതാണ് കൺസൈൻമെന്റിന്റെ ഈ ഒരു ടൈപ്പ് അക്കൗണ്ടിന്റെ ഒരു ഫീച്ചർ. അത്രേ ഉള്ളൂ. അങ്ങനെ ബാലൻസ് ചെയ്തപ്പോ എത്രയുണ്ട് പിള്ളേരെ? 2,820 രൂപ ബാക്കി. ഇതാണ് പ്രോഫിറ്റ്. ഇനി കൺസൈൻമെന്റ് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്ന എൻട്രി ആണ്, ലെഡ്ജർ ആണ് കൺസൈനി, അതായത് നാദ്സ്. അതിൽ നമ്മളിപ്പോ ഇവിടെ എഴുതിയ കൺസൈനിയൊക്കെ, ഇവിടുത്തെ കൺസൈനിയൊക്കെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതിയാൽ കണ്ട
നാദ് ട്രേഡ് 22,800 ക്രെഡിറ്റ് അല്ലേ? അപ്പൊ അത് ഇവിടെ വന്നിട്ട് കൺസൈൻമെന്റ് എന്ന് പറഞ്ഞ് ഡെബിറ്റിലായിട്ടുണ്ടാവും. കണ്ടാ, കൺസൈൻമെന്റ്. ഇനി ഇവിടെ അടുത്ത ഇത് വരില്ല. ഇത് നാദൊന്നല്ലല്ലോ എഴുതിയേക്കുന്നത്. ഇത് വേണ്ട. അടുത്തത് എന്താണ്? നാദെന്ന് പറഞ്ഞൊരു 700 രൂപ വന്നു. അപ്പൊ ഇപ്പുറത്തേക്ക് നാദെന്ന് പറഞ്ഞു ഇപ്പുറത്തേക്ക് കൺസൈൻമെന്റ് എന്ന് പറഞ്ഞ് 700 വരും. പിന്നെ അടുത്തത് കമ്മീഷൻ 22,800, 22,80. അതും കൺസൈൻമെന്റ് എന്ന് പറഞ്ഞു വരും. പിന്നെ ആദ്യം ഒരു ബില്ല് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെ കൺസൈനിയുടെ ബുക്കില് ബിൽ റിസീവൽ എന്നും പറഞ്ഞു വരും. പിന്നെ ബാലൻസ് ചെയ്ത എമൗണ്ട് ആണ് സെറ്റിൽമെന്റ്, ഫൈനൽ സെറ്റിൽമെന്റ്. 9,820 രൂപയുടെ ലാസ്റ്റ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബാങ്ക് വഴി ആ പൈസ കൺസൈനർക്ക് അയച്ചു കൊടുക്കും. ഇനി ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞ ലെഡ്ജർ കൂടി ചെയ്യണം. ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്തേക്ക് എന്താ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് നമ്മൾ ഏറ്റവും ആദ്യം എഴുതിയ എൻട്രിയാണ് മക്കളെ. ഇവിടെ എഴുതിയ എൻട്രി ഇല്ലേ, എന്താണ് എൻട്രി? കൺസൈൻമെന്റ് കോൺടാക്ട് ടു ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് അല്ലേ? കൺസൈൻമെന്റിൽ ടു ഗുഡ്സ് ആൻഡ് എന്ന് എഴുതുമ്പോ ഗുഡ്സ് ആൻഡിൽ ബൈ കൺസൈൻമെന്റ് എന്ന് പറയും. അപ്പൊ അതാണ് ബൈ കൺസൈൻമെന്റ്. ബൈ കൺസൈൻമെന്റ്. പിന്നെ അത് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് മാറ്റുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ടു ട്രേഡിംഗ് എഴുതിയേക്കാം. പിന്നെ അതുപോലെ ബില്ലിന്റെ സമയമാകുമ്പോൾ ബില്ല് കൊടുക്കാനുണ്ടല്ലോ, ബിൽ റിസീവബിളില് ടു നാദ്, അത് സെറ്റിൽ ചെയ്യുമ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെ ഓരോന്നിന്റെ നിങ്ങൾക്ക് ലെഡ്ജർ നോക്കിയിട്ട് ജേണൽ എഴുതാം. ആദ്യത്തെ ജേണൽ എന്താണ് ഉള്ളത്? ഫസ്റ്റ് ജേണൽ ഇത് കൺസൈൻമെന്റ് അക്കൗണ്ട് ടു ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ്. രണ്ടാമത്തത് ഇത് കൺസൈൻമെന്റ് അക്കൗണ്ട് ടു ബാങ്ക്. മൂന്നാമത്തത് ഇത് കൺസൈൻമെന്റ് അക്കൗണ്ട് ടു നാദ്. പിന്നെ സെയിൽ നടത്തുന്ന എൻട്രി നാദ് അക്കൗണ്ട് ടു കൺസൈൻമെന്റ്. അഞ്ചാമത്തത് കൺസൈൻമെന്റ് അക്കൗണ്ട് ടു നാദ്, കമ്മീഷൻ കൊടുക്കുന്നത്. പിന്നെ ലാഭം കൺസൈൻമെന്റ് അക്കൗണ്ട് ടു P&L. പിന്നെ ഇവിടെ അതിന്റെയൊക്കെ റിവേഴ്സ് ആയതുകൊണ്ട് അതിനെന്തും വേണ്ട, ഈ ഫൈനൽ സെറ്റിൽമെന്റിന്റെ എൻട്രി മാത്രം മതി. ഓക്കെ, എന്തായിരുന്നത്? ബാങ്ക് അക്കൗണ്ട് ടു നാദ്, ഫൈനൽ സെറ്റിൽമെന്റ് എൻട്രി. ഇത് എഴുതാട്ടെ, ബിൽ റിസീവബിൾ അക്കൗണ്ട് ടു നാദ്. അത് ഏറ്റവും ആദ്യം തന്നെ എഴുതാം, കാരണം നമ്മൾ ആദ്യം തന്നെയാണ് ബില്ല് കിട്ടുന്നത്. പിന്നെ ഈ ട്രേഡിങ്ങിലോട്ട് പോകുന്ന എൻട്രി എന്തായിരിക്കും? കൺസൈൻമെന്റ് അക്കൗണ്ട് ടു ട്രേഡിംഗ്. പിന്നെ ബില്ലിന്റെ സെറ്റിൽമെന്റ് എന്താണ്? ബാങ്ക് അക്കൗണ്ട് ടു ബിൽ റിസീവർ. ഇത്രയും എൻട്രികളാണ് നമ്മൾ എഴുതേണ്ടത്. ഇതോടുകൂടി കൺസൈനറിന്റെ ബുക്ക് തീർന്നു. ഇനി നമ്മൾ കൺസൈനി നാദിന്റെ ബുക്കാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നാദിന്റെ ബുക്ക് വരുമ്പോ ഇവിടെ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ചെയ്യണ്ട, ജസ്റ്റ് ആ കൺസൈൻ, നമ്മൾ അവിടെ ഒരു കൺസൈനി ചെയ്തില്ലേ നാദ്, അതിന്റെ തന്നെ റിവേഴ്സ് ആണ്. എന്താണ്? ജയ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ അക്കൗണ്ട് എഴുതുക. അവിടെ എഴുതിയതൊക്കെ നേരെ തിരിച്ചിട്ടാ മതി. ഇപ്പുറത്തേക്ക് എഴുതുന്ന സ്ഥലമൊക്കെ സെയിം ആണ്. നിങ്ങൾ അവിടെ നോക്കിയ മക്കളെ, ഈ സെയിം ലെഡ്ജർ തന്നെയാണ് ഇത്. കണ്ട നാദ് ട്രേഡ് എന്ന് കണ്ട, ഇത് തന്നെ തലയും കുത്തി കിടക്കാണ് അവിടെ, വേറൊരു വ്യത്യാസവും ഇല്ല. 22 ഇവിടെ നോക്കി, 22,800 ഡെബിറ്റ് അല്ലേ, അത് 22,800 ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. കണ്ട ക്രെഡിറ്റ് സൈഡില് ഇത് നോക്കി, ഇവിടെ 10,000 ക്രെഡിറ്റ്, 10,000 ഡെബിറ്റ്. ഇവിടെ 700 ക്രെഡിറ്റ്, ഇവിടെ 700 ഡെബിറ്റ്. 2,250 ക്രെഡിറ്റ്, 2,250 ഡെബിറ്റ്. ഫൈനൽ സെറ്റിൽമെന്റ് 9,820 ക്രെഡിറ്റ്, 9,820 ഡെബിറ്റ്. കണ്ട, ഇത്രയേ ഉള്ളൂ. പിന്നെ എഴുതുന്ന രീതികൾക്ക് മാത്രം സൈഡ് ഓപ്പോസിറ്റ് ആയിട്ടിട്ട് ഇവിടെ സെയിൽ നടത്തുമ്പോൾ ഇതിനെ ഇവിടെ നമ്മൾ ബാങ്ക് എന്ന് എഴുതുള്ളൂ. പിന്നെ ചെലവ് നടത്തുമ്പോഴും ബാങ്ക് എന്ന് എഴുതുള്ളൂ. അവിടെ ബിൽ റിസീവബിൾ എഴുതിയപ്പോൾ ഇവിടെ നമ്മൾ ബിൽ പേയബിൾ എന്ന് എഴുതുള്ളൂ. കമ്മീഷന് നമ്മൾ ഇവിടെ യഥാർത്ഥത്തിൽ കമ്മീഷൻ തന്നെ എഴുതും. പിന്നെ ഫൈനൽ സെറ്റിൽമെന്റിന് നമ്മൾ ഇവിടെ ബാങ്ക് എന്ന് എഴുതും. ഈ എഴുതുന്ന രീതി നിങ്ങൾ പഠിച്ചോളാം.
അപ്പുറത്ത് എഴുതുന്ന പോലെയല്ല, സൈഡ് മാത്രമേ റിവേഴ്സ് ആവുന്നുള്ളൂ. നോക്കിയേ, ഇവിടെ കൺസൈൻമെന്റ് എന്നല്ലേ ഡെബിറ്റ് എഴുതിയത്, അതിന് പകരം ഇവരിവിടെ എന്തെന്ന് എഴുതി, ബാങ്ക് എന്ന് തന്നെ എഴുതി. ഇവിടെ ബിൽ റിസീവബിൾ എന്നല്ലേ എഴുതിയത്, അവരപ്പത് എന്തായി മാറി, ബിൽ പേയബിൾ ആയി. പിന്നെ ഈ 700 രൂപ എന്തെന്ന് പറഞ്ഞ എഴുതിയേക്കുന്നത്, കൺസൈൻമെന്റ് എന്ന് പറഞ്ഞ എഴുതിയത്, അതിന് പകരം ഇവരുടെ ഇന്ന് കാശ് പോയത് കൊണ്ട് അത് ബാങ്കിൽ നിന്ന് എഴുതി. പിന്നെ അടുത്തതും കൺസൈൻമെന്റ്, കമ്മീഷനെ നമ്മൾ കൺസൈൻമെന്റ് എഴുതുന്നത്, ഇവർക്കത് കമ്മീഷൻ ആയതുകൊണ്ട് കമ്മീഷൻ തന്നെ എഴുതി. ഫൈനൽ സെറ്റിൽമെന്റ് ഇവരിവിടെ ബാങ്കിൽ നിന്ന് എഴുതി, അത് ഇവിടെയും ബാങ്കിൽ നിന്ന് എഴുതി, അത് വ്യത്യാസം. ഇനി ഇതിന്റെ ലെഡ്ജർ എഴുതാൻ ആദ്യത്തെ ലെഡ്ജർ എന്തായിരിക്കും, ജയ് പ്രോഡക്റ്റ് അക്കൗണ്ട് ആദ്യത്തെ സെയിലിന്റെ എൻട്രി എന്താ, ബാങ്ക് അക്കൗണ്ട് ടു ജയ് പ്രോഡക്റ്റ്. പിന്നെ ഇതാണെങ്കിൽ ജയ് പ്രോഡക്റ്റ് അക്കൗണ്ട് ടു ബാങ്ക്, ജയ് പ്രോഡക്റ്റ് അക്കൗണ്ട് ടു ബിൽ റിസീവബിൾ, ജയ് പ്രോഡക്റ്റ് അക്കൗണ്ട് ടു കമ്മീഷൻ, ജയ് പ്രോഡക്റ്റ് അക്കൗണ്ട് ടു ബാങ്ക്. ഇതാണ് ഈ കാണുന്ന ലെഡ്ജറുകൾ. ഇത്രയുള്ള ലെഡ്ജറുകൾ. കൺസൈനിയുടെ ബുക്ക് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, അത്ര എഴുതിയിട്ട്. അതുപോലെ ബിൽ പേയബിൾ, സെറ്റിൽമെന്റ്, കമ്മീഷൻ, അതിന്റെയൊക്കെ ലെഡ്ജർ ജസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് ചെയ്ത് പഠിക്കണം.